ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. റിച്ച് ബുക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇത്രയധികം കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ട്രേഡിംഗിൽ സ്ഥിരമായി വിജയിക്കാൻ കഴിയാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ തെറ്റ് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും എന്നിട്ട് സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ടോ? ചിലപ്പോൾ ശരിയായ സമയത്ത് എൻട്രി എടുത്തതിനു ശേഷം ഭയം കാരണം നേരത്തെ പുറത്തു കടക്കുകയോ അല്ലെങ്കിൽ ലാഭത്തിലായിരുന്നിട്ടും അത്യാഗ്രഹം കാരണം എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്യാറുണ്ടോ? അതെ എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആയിരക്കണക്കിന് ട്രേഡർമാരുടെ ചിന്തയെയും കാഴ്ചപ്പാടിനെയും മാറ്റിമറിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മാർക്ക് ഡഗ്ലസ് എഴുതിയ ട്രേഡിംഗ് ഇൻ ദി സോൺ. എന്നാൽ ഈ പുസ്തകം ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചോ ട്രേഡിംഗ് സ്ട്രാറ്റജികളെ കുറിച്ചോ മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ട്രേഡിംഗ് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മാനസിക പോരാട്ടങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകം സംസാരിക്കുന്നത്. യഥാർത്ഥ സംഘർഷം ചാർട്ടുകളിലല്ല, നമ്മുടെ ഉള്ളിലാണെന്ന് ഈ പുസ്തകം നമ്മെ മനസ്സിലാക്കി തരുന്നു. നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നവരെ ലാഭം എന്നതൊരു യാദൃശ്ചികമായ കാര്യം മാത്രമായിരിക്കും. അതൊരു ശീലമായി മാറില്ല. ഓരോ ട്രേഡിനെയും ഭയമോ അത്യാഗ്രഹമോ പശ്ചാത്താപമോ ഇല്ലാതെ കേവലം ഒരു സാധ്യതയായി മാത്രം കാണുന്ന ഒരു മാനസികാവസ്ഥ. ഇങ്ങനെയൊരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കുമെന്ന് സങ്കല്പിക്കുക. വികാരങ്ങളെയും ഈഗോയെയും അടിസ്ഥാനമാക്കിയല്ലാതെ യുക്തിയുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോ തീരുമാനവും എടുക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും? നിങ്ങൾ ചാനലിൽ പുതിയ ആളാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മികച്ച ഉള്ളടക്കം നൽകാനുള്ള ശക്തി നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഒരു സാധാരണ ട്രേഡറിൽ നിന്ന് ഒരു പ്രൊഫഷണലായി മാറാനുള്ള യാത്ര. അധ്യായം 1. മനസ്സിന്റെ അവസ്ഥയും ട്രേഡിംഗുമായുള്ള ബന്ധം. ട്രേഡിംഗിലെ യഥാർത്ഥ യുദ്ധം വിപണിയിലല്ല, നമ്മുടെ മനസ്സിലാണ് നടക്കുന്നത്. ചാർട്ടുകൾ, ഇൻഡിക്കേറ്ററുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് പാറ്റേണുകൾ പോലുള്ള സാങ്കേതിക പരിജ്ഞാനം മനസ്സിലാക്കിയാൽ മാത്രം വിജയിക്കാൻ കഴിയുന്ന എന്നാണ് ഭൂരിഭാഗം പുതിയ ട്രേഡർമാരും കരുതുന്നത്. എന്നാൽ മാർക്ക് ഡഗ്ലസ് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ മാനസികാവസ്ഥ സ്ഥിരവും സന്തുലിതവുമല്ലാത്തതുവരെ തുടർച്ചയായി ലാഭം നേടുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറുന്നതെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഭയം, അത്യാഗ്രഹം, പശ്ചാത്താപം, പ്രതീക്ഷ തുടങ്ങിയ വികാരങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ പലപ്പോഴും ലാഭത്തിലായിരിക്കുമ്പോൾ പോലും നേരത്തെ പുറത്തു കടക്കുകയോ അല്ലെങ്കിൽ നഷ്ടത്തിലുള്ള ട്രേഡിനെ പിടിച്ചു നിർത്തുകയോ ചെയ്യുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും നമ്മുടെ ചിന്തകളും വികാരങ്ങളുമായാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. അധ്യായം 2. മാനസിക അച്ചടക്കവും ട്രേഡിംഗിലെ സ്വാതന്ത്ര്യവും. പ്രൊഫഷണൽ ട്രേഡർമാർ എന്തുകൊണ്ടാണ് ശാന്തരും നിഷ്പക്ഷരുമായിരിക്കുന്നതെന്ന് ഈ അധ്യായത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം ഓരോ ട്രേഡും കേവലം മറ്റൊരു സാധ്യത മാത്രമാണെന്ന് അവർക്കറിയാം. അവർ ഫലങ്ങളെ വ്യക്തിപരമായി എടുക്കുന്നില്ല, അവർ പ്രക്രിയയിൽ വിശ്വസിക്കുന്നു, അല്ലാതെ ഓരോ ട്രേഡിന്റെയും ഫലത്തിലല്ല. നിങ്ങൾ ഈ മാനസികാവസ്ഥ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങൾക്ക് ഭയമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, കാരണം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം ഒരു ട്രേഡിന്റെ ഫലവുമായി ബന്ധപ്പെട്ടിരിക്കില്ല. ഇതിനെയാണ് മാർക്ക് പറയുന്നത് ട്രേഡിംഗ് ഇൻ ദി സോൺ. അവിടെ നിങ്ങൾക്ക് വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും മനഃശാന്തിയോടെയും ട്രേഡ് ചെയ്യാൻ സാധിക്കും. അധ്യായം 3. ഒരു ട്രേഡറുടെ മാനസിക സജ്ജീകരണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ചിന്തയെ മാറ്റുക. ഭൂരിഭാഗം ട്രേഡർമാരും തങ്ങളുടെ നഷ്ടങ്ങളെ വ്യക്തിപരമായ പരാജയമായി കണക്കാക്കുന്നുവെന്ന് മാർക്ക് പറയുന്നു. ഇത് അവരുടെ മനോവീര്യം കുറയ്ക്കുകയും അത്തരം വൈകാരികമായ സ്ഥിതിയിൽ അസ്ഥിരരാകുകയും ചെയ്യുന്നു. അത്തരം ചിന്ത ഒഴിവാക്കാൻ നിങ്ങൾ സ്വയം ഒരു ചൂതാട്ടക്കാരനായി കാണാതെ ഒരു ബിസിനസ്സായി കാണേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ഭയം, അത്യാഗ്രഹം, പ്രതീക്ഷകൾ എന്നിവയെ മനസ്സിലാക്കി അവയെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ മാനസികമായ മാറ്റം സാധ്യമാകുമെന്നും എഴുത്തുകാരൻ പറയുന്നു. നഷ്ടം ട്രേഡിംഗിന്റെ ഭാഗമാണെന്നും ഓരോ നഷ്ടവും പഠിക്കാനുള്ള അവസരമാണെന്നും നിങ്ങൾ അംഗീകരിക്കണം. അധ്യായം 4. മാർക്കറ്റിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുക. കളിയുടെ അടിസ്ഥാനം. വിജയകരമായ ഒരു ട്രേഡറാകാൻ നിങ്ങൾ ആദ്യം മാർക്കറ്റിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന് മാർക്ക് ഡഗ്ലസ് പറയുന്നു. മാർക്കറ്റ് ഒരു മനുഷ്യനല്ല, അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. അത് വിശാലവും അനിശ്ചിതവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സംവിധാനമാണ്. അതിൽ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നടക്കുന്നു. ട്രേഡിംഗിലെ വിജയരഹസ്യം നിങ്ങൾ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിലല്ല, മറിച്ച് മാർക്കറ്റുമായി പൊരുത്തപ്പെടാൻ സ്വയം പഠിക്കുന്നതിലാണെന്ന് എഴുത്തുകാരൻ പറയുന്നു. മാർക്കറ്റിന്റെ നിയമങ്ങൾ അംഗീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് മാത്രമാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ മാനസികാവസ്ഥയുടെ പ്രാധാന്യത്തെ പറയുന്നു. ശരിയായ ചിന്തയിലൂടെയാണ് വിജയം ഉണ്ടാകുന്നത്. 5-ാം അധ്യായത്തിൽ മാർക്ക് ഡഗ്ലസ് ട്രേഡിംഗിന്റെ മാനസികാവസ്ഥയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുകയാണ്. ട്രേഡിംഗ് എന്നത് കേവലം സാങ്കേതിക വിദ്യയുടെയോ അറിവിന്റെയോ കളിയല്ല, മറിച്ച് അത് ഏറ്റവും കൂടുതൽ മനസ്സിന്റെയും വികാരങ്ങളുടെയും കളിയാണെന്ന് അദ്ദേഹം പറയുന്നു.
ശരിയായ മാനസികാവസ്ഥയില്ലാതെ ഒരു തന്ത്രത്തിനോ സാങ്കേതിക വിദ്യയ്ക്കോ വിജയിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം പുതിയ ട്രേഡർമാരും തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് എഴുത്തുകാരൻ പറയുന്നു. ഇതവരെ തിടുക്കം, ഭയം, അത്യാഗ്രഹം, പരിഭ്രമം എന്നിവയുടെ ഇരയാക്കുന്നു. ഈ വികാരങ്ങൾ അവരെ അനുചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രേരിപ്പിക്കുന്നു. അത് നഷ്ടത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുന്നതും ക്ഷമയോടെ ഇരിക്കുന്നതും അച്ചടക്കം പാലിക്കുന്നതും അത്യാവശ്യമാണ്. 6-ാമത്തെ അധ്യായത്തിൽ റിസ്ക് മാനേജ്മെന്റ്, നിങ്ങളുടെ മൂലധനം സംരക്ഷിക്കാൻ പഠിക്കാൻ വേണ്ടി മാർക്ക് ഡഗ്ലസ് പറയുന്നു. 6-ാം അധ്യായത്തിൽ മാർക്ക് ഡഗ്ലസ് റിസ്ക് മാനേജ്മെന്റിന്റെ അനിവാര്യതയ്ക്ക് ഊന്നൽ നൽകുന്നു. ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ഒരു ട്രേഡർക്കും വിജയസാധ്യത നേടാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. ട്രേഡിംഗിൽ നഷ്ടസാധ്യത മനസ്സിലാക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. റിസ്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡഗ്ലസ് പറയുന്നു. എന്നാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മുഴുവൻ മൂലധനവും ഒരൊറ്റ ട്രേഡിൽ പണയം വെക്കുക എന്നല്ല. ശരിയായ റിസ്ക് മാനേജ്മെന്റ് എന്നാൽ ഓരോ ട്രേഡിലും നിങ്ങളുടെ മൂലധനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം അപകടത്തിലാക്കുക എന്നതാണ്. അതുവഴി നഷ്ടം സംഭവിച്ചാലും നിങ്ങളുടെ മൊത്തം മൂലധനം സുരക്ഷിതമായിരിക്കും. സാധാരണയായി ഇത് 1 മുതൽ 2% കൂടരുത്. അധ്യായം 7, മാനസിക തടസ്സങ്ങളും അവയെ നേരിടലും. ഭയം പലപ്പോഴും ട്രേഡർമാരെ നേരത്തെ നഷ്ടം സമ്മതിക്കാനോ ശരിയായ അവസരം നഷ്ടപ്പെടുത്താനോ പ്രേരിപ്പിക്കുന്നുവെന്ന് ഡഗ്ലസ് പറയുന്നു. അതേസമയം അത്യാഗ്രഹം കൂടുതൽ റിസ്ക് എടുക്കുന്നതിനും അച്ചടക്കം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. അതായത് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഭയം, രണ്ടാമത്തെ അത്യാഗ്രഹം. ഈ വികാരങ്ങളെ മനസ്സിലാക്കുകയും അവയെ മറികടക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ നിരന്തരമായ പഠനത്തിലൂടെയും അനുഭവപരിചയത്തിലൂടെയും മാത്രമേ മാനസിക തടസ്സങ്ങൾ കുറയ്ക്കാൻ കഴിയൂ എന്ന് ഡഗ്ലസ് പറയുന്നു. എങ്ങനെയാണ് ഭയത്തിനെയും അത്യാഗ്രഹത്തെയും ഇല്ലാതാക്കുന്ന നിരന്തരമായ പഠനവും അനുഭവപരിചയവും. മാനസിക തടസ്സങ്ങൾ കുറയ്ക്കാൻ അപ്പോൾ നമുക്ക് സാധിക്കും. ഓരോ തോൽവിയിൽ നിന്നും അല്ലെങ്കിൽ തെറ്റിൽ നിന്നും ഒരു പാഠം പഠിക്കുകയും സ്വയം മാനസികാവസ്ഥയെ വിലയിരുത്തുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ്. 8-ാമത്തെ അധ്യായത്തിൽ ട്രേഡിംഗ് പ്ലാനിനെ പറ്റി പറയുന്നു. 8-ാമത്തെ അധ്യായത്തിൽ മാർക്ക് ഡഗ്ലസ് അച്ചടക്കത്തിനെയും ട്രേഡിംഗ് പ്ലാനിനെയും പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഊന്നൽ നൽകുന്നു. കർശനമായ അച്ചടക്കമില്ലാതെ ഒരു ട്രേഡർക്കും ദീർഘകാലം വിജയിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഡിസിപ്ലിൻ ട്രേഡറെ വൈകാരികമായ പ്രക്ഷുബ്ധമായ അവസരങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും ചിട്ടയായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മാർഗദർശിയാണ് ട്രേഡിംഗ് പ്ലാൻ. ഡഗ്ലസിന്റെ അഭിപ്രായത്തിൽ എൻട്രി എക്സിറ്റ് നിയമങ്ങൾ, റിസ്ക് മാനേജ്മെന്റ്, പണം കൈകാര്യം ചെയ്യൽ എന്നിവ ഉൾപ്പെടുന്ന വ്യക്തവും വിശദവുമായ ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്ലാൻ വ്യതിചലിക്കാതെ പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് വിജയത്തിന്റെ താക്കോലാണ്. അതായത് ഒരു ട്രേഡർ ആണെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവണം. അതോടൊപ്പം ഡിസിപ്ലിനും ഉണ്ടാവണം. പലപ്പോഴും ട്രേഡർമാർ തങ്ങളുടെ പ്ലാനിൽ നിന്ന് മാറി വികാരങ്ങൾക്ക് വഴങ്ങുന്നു, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. 9-ാമത്തെ അധ്യായത്തിൽ അനിശ്ചിതത്വത്തെ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. 9-ാമത്തെ അധ്യായത്തിൽ മാർക്ക് ഡഗ്ലസ് അനിശ്ചിതത്വത്തെ ട്രേഡിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഒരു സവിശേഷതയായി പറയുന്നു. അതായത് മാർക്കറ്റ് എപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. വിപണി എപ്പോഴും അനിശ്ചിതമായിരിക്കുമെന്നും ഈ അനിശ്ചിതത്വത്തെ അംഗീകരിക്കുക എന്നതാണ് ഒരു വിജയിയായ ട്രേഡർക്കുള്ള ആദ്യ പടിയെന്നും പറയുന്നു. നമുക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, നമുക്കതിന്റെ അനിശ്ചിതത്വത്തെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറയുന്നു, ഭാവിയെ പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയില്ലെന്ന സത്യം നമ്മൾ അംഗീകരിക്കുന്നത് വരെ പിരിമുറുക്കത്തിൽ നിന്നും തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പല ട്രേഡർമാരും അനിശ്ചിതത്വത്തെ ഒരു ഭീഷണിയായാണ് കാണുന്നതെന്ന് ഡഗ്ലസ് പറയുന്നു. എന്നാൽ യഥാർത്ഥ വിജയം ലഭിക്കുന്നത് അനിശ്ചിതത്വത്തെ ഒരു അവസരമായി കാണുന്നവർക്കാണ്. അനിശ്ചിതത്വം കാരണമാണ് സാധ്യതകൾ ഉണ്ടാകുന്നത്. അത് മാർക്കറ്റിലെ അനിശ്ചിതമായതുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് ലാഭമെടുക്കാനും സാധിക്കുന്നത്. വിപണി പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയുന്ന ഒന്നാണെങ്കിൽ ആർക്കും വലിയ ലാഭം നേടാൻ സാധിക്കില്ല. കാരണം എല്ലാവരും ഒരേ സമയം ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ട്രേഡായിരിക്കും എടുക്കുന്നത്. അനിശ്ചിതത്വത്തെ സ്വീകരിക്കുക എന്നതിനർത്ഥം ഓരോ ട്രേഡിലും ഫലം വ്യത്യസ്തമായിരിക്കാമെന്നുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇത് സ്വീകരിക്കുന്നതിലൂടെ ഭയമോ അത്യാഗ്രഹമോ ഇല്ലാതെ നമുക്ക് നഷ്ടസാധ്യതയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓരോ ട്രേഡിന്റെയും ഫലം നിയന്ത്രണാതീതമാണെന്നും തങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിലും പ്ലാനിലും മാത്രം വിശ്വസിക്കണമെന്നും ഒരു വിജയിയായ ട്രേഡർ മനസ്സിലാക്കണമെന്ന് ഡഗ്ലസ് പറയുന്നു. അനിശ്ചിതത്വം അംഗീകരിക്കുന്നതിലൂടെ അവർ കൂടുതൽ ശാന്തരും ഏകാഗ്രതയുള്ളവരും അച്ചടക്കമുള്ളവരുമായിട്ട് മാറുന്നു. ഇത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അവസാനം അനിശ്ചിതത്വത്തെ സ്വീകരിക്കുന്നത് ട്രേഡിംഗിലെ സ്ഥിരമായ വിജയത്തിന്റെ താക്കോലാണെന്നും അത് മാനസിക ദൃഢതയിലൂടെയും അനുഭവ പരിചയത്തിലൂടെയും ലഭിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. 10-ാമത്തെ അധ്യായത്തിൽ വികാരങ്ങളിൽ നിന്നുള്ള മോചനം എന്നതിനെ കുറിച്ചാണ് ഡഗ്ലസ് പറയുന്നത്. വികാരങ്ങളിൽ നിന്നുള്ള മോചനം. വികാരങ്ങൾ ട്രേഡിംഗിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അവയിൽ നിന്നുള്ള
മോചനത്തെ പറ്റിയുള്ള പ്രാധാന്യത്തെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഭയം, അത്യാഗ്രഹം, പ്രതീക്ഷ തുടങ്ങിയ വികാരങ്ങൾ പലപ്പോഴും ട്രേഡർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുവെന്നും അവ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഈ വികാരങ്ങൾ മാനസിക വ്യക്തതയെ തടസ്സപ്പെടുത്തുകയും അച്ചടക്കമില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വികാരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധ്യമല്ല, എന്നാൽ അവയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഡഗ്ലസ് പറയുന്നു. ഇതിനുള്ള ആദ്യപടി സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുകയും അംഗീകരിക്കുമാണ്. തങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ വികാരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ട്രേഡർമാർ മനസ്സിലാക്കുമ്പോൾ അവയെ നിയന്ത്രിക്കാനുള്ള വഴികൾ അവർ സ്വീകരിക്കുന്നു. വികാരങ്ങളിൽ നിന്ന് മോചനം നേടുക എന്നതിനർത്ഥം നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഈ അവസ്ഥ കൈവരിക്കാൻ ട്രേഡർ തന്റെ ട്രേഡിംഗ് പ്ലാനിൽ ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം. അനാവശ്യമായ സംശയങ്ങളിൽ നിന്നും ആവേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ട്രേഡർമാർ വികാരങ്ങളെ പിന്നിലാക്കുമ്പോൾ അവർക്ക് വിപണിയുടെ യഥാർത്ഥ ചലനം നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നും റിസ്ക് മാനേജ്മെന്റിൽ കൂടുതൽ കാര്യക്ഷമമാകാൻ സാധിക്കുമെന്നും ഡഗ്ലസ് പറയുന്നു. അവർ മികച്ച തീരുമാനങ്ങൾ എടുക്കുകയും വിപണിയിലെ അനിശ്ചിതത്വങ്ങളെ ക്ഷമയോടെ ആത്മവിശ്വാസത്തോടെ നേരിടുകയും ചെയ്യുന്നു. അധ്യായം 11. ആത്മവിശ്വാസത്തിന്റെ യഥാർത്ഥ അർത്ഥം. 11ാമത്തെ അധ്യായത്തിൽ മാർക്ക് ഡഗ്ലസ് ആത്മവിശ്വാസത്തിന്റെ ശരിയായ അർത്ഥത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വെളിച്ചം വീശുന്നു. ട്രേഡിംഗിലെ ആത്മവിശ്വാസം എന്നത് കേവലം സ്വന്തം കഴിവുകളിലുള്ള അന്ധമായ വിശ്വാസമല്ല, മറിച്ച് അത് സ്വന്തം തന്ത്രങ്ങളിലും നിയമങ്ങളിലും പ്രക്രിയയിലും വിശ്വസിക്കുക എന്നതാണ്. യഥാർത്ഥ ആത്മവിശ്വാസം ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് ആന്തരികമായ സ്ഥിരതയിൽ നിന്നും വ്യക്തതയിൽ നിന്നുമാണ് വരുന്നത്. പല ട്രേഡർമാരും ആശയക്കുഴപ്പത്തിലാകാറുണ്ടെന്ന് ഡഗ്ലസ് പറയുന്നു. കാരണം അവർ വിജയത്തെ തങ്ങളുടെ കഴിവിന്റെ അളവുകോലായി കാണുന്നു. അവർ കുറച്ച് ട്രേഡുകളിൽ വിജയിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, എന്നാൽ തോൽക്കുമ്പോൾ അവർ പതറാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം വിജയവും പരാജയവുമല്ല, മറിച്ച് അവർ സ്വീകരിച്ച പ്രക്രിയയെയും പദ്ധതിയെയും കുറിച്ചുള്ള ധാരണയായിരിക്കണം. ട്രേഡർ തന്റെ വികാരങ്ങളെയും റിസ്ക് മാനേജ്മെന്റിനെയും മാർക്കറ്റിന്റെ അനിശ്ചിതത്വങ്ങളെയും മുൻകൂട്ടി അംഗീകരിക്കുമ്പോൾ മാത്രമേ ആത്മവിശ്വാസം നിലനിൽക്കൂ എന്ന് എഴുത്തുകാരൻ പറയുന്നു. തോൽക്കുന്നതും ട്രേഡിംഗിന്റെ ഭാഗമാണെന്നും പരിഭ്രമിക്കാതെ അത് അംഗീകരിക്കാൻ തനിക്ക് കഴിയുമെന്ന് ട്രേഡർക്ക് അറിയാമെന്നാണ് ഇതിനർത്ഥം. ട്രേഡിംഗിൽ വിജയിക്കുക എന്നത് ചാർട്ടുകൾ വായിക്കുന്ന ജോലി മാത്രമല്ല, അത് മനസ്സിനെ ജയിക്കുന്ന ഒരു പ്രക്രിയയാണ്. മാർക്ക് ഡഗ്ലസിന്റെ ഈ പുസ്തകത്തിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. യഥാർത്ഥ യുദ്ധം പുറത്തല്ല, അകത്താണ് നടക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.